ഹിസ്റ്ററി മോഡൽ എക്സാം 2026 വേണ്ടി നിങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിച്ചുകൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ പാർട്ട് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഈ പാർട്ടിൽ തന്നെ നമ്മൾ മൊത്തം ചാപ്റ്റേഴ്സും പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏഴാമത്തെ ചാപ്റ്ററാണ്, വിജയനഗര എംപയർ, വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്ന ഏഴാമത്തെ ചാപ്റ്ററാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ചാപ്റ്റർ ആദ്യം പഠിക്കാനുള്ളത് എന്താണ്? കോട്ട നിർമ്മാണവും റോഡുകളും, ഫോർട്ടിഫിക്കേഷൻ ആൻഡ് റോഡ്സ് എന്ന ഒരു ടോപ്പിക്ക് പഠിക്കണം. അതേപോലെ തന്നെ ഇവിടെ അമരനായക സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അമരനായക സമ്പ്രദായം 5 മാർക്കും ചോദിക്കാറുള്ളതാണ്. അമരനായക സമ്പ്രദായം അതൊന്ന് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ മറ്റൊന്നാണ് രാജകീയ കേന്ദ്രത്തെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റോയൽ സെൻറ്റർ, രാജകീയ കേന്ദ്രത്തെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മഹാനവമി ദിബ്ബയെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 മാർക്കിനും 6 മാർക്കിനൊക്കെ ഉണ്ടാവും, അത് നോക്കണം. മറ്റൊന്നാണ് വിശുദ്ധ കേന്ദ്രം അഥവാ പുണ്യകേന്ദ്രം എന്നൊക്കെ പറയുന്ന സാക്രഡ് സെൻറ്റർ എന്ന് പറയുന്ന ഭാഗം, ആ ഭാഗം നോക്കിയിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് ഏഴാമത്തെ ചാപ്റ്റർ നോക്കാനുള്ളത്. എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കർഷകർ, സെമീന്ദാർമാർ, രാഷ്ട്രം എന്നാണ്. പെസൻസ്, സെമീന്ദാർസ് ആൻഡ് ദ സ്റ്റേറ്റ് എന്നാണ് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത്. ഗുദ്കഷ്ടയും പാഹികഷ്ടയും, അതായത് ഗുദ്കഷ്ടയും പാഹികഷ്ടയും തമ്മിലുള്ള 2 കർഷകരാണ്. അവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പഠിക്കണം. 2 മാർക്കും ചോദിക്കാം. മറ്റൊന്നാണ് ജിൻസി കാമിൽ, 2 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യനാണ്. ജിൻസി കാമിൽ എന്നാൽ എന്തെന്ന് ചോദിക്കാറുണ്ട്, അത് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് പഞ്ചായത്ത്, മുഗൾ ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്, ആ ഭാഗം ഒന്ന് നോക്കണം. മറ്റൊരു ഭാഗമാണ് കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ, അതായത് കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് 5 മാർക്കിനും 6 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. വുമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി എന്ന ഭാഗം നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഇവിടെ ഈ ലാൻഡ് റവന്യൂ സിസ്റ്റം, ഭൂനികുതി സമ്പ്രദായം, ഇവിടെ ജമ ഹസീൽ എന്ന് പറയുന്ന 2 ടോപ്പിക്ക് വരുന്നുണ്ട്. ജമയും ഹസീലും അത് നോക്കണം നിങ്ങൾ, കാരണം അത് 2 മാർക്ക് ചോദിക്കാറുണ്ട്. എന്താണ് ജമയും ഹസീലും തമ്മിലുള്ള വ്യത്യാസം, അത് നോക്കണം. മറ്റൊന്നാണ് ഐൻ ഇ അക്ബരി എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പം അതും നോക്കിയിട്ടുണ്ടാവണം. അത് 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഐൻ ഇ അക്ബരിയെ കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ അത് നോക്കിയിട്ടുണ്ടാവണം. ഇനി നോക്കാനുള്ളത് 9ാമത്തെ പാഠമാണ് സംസ്കാരവും ഭരണ സംവിധാനവും രാജധാനിയിലെ ദിനവൃത്താന്തങ്ങളിലൂടെ, കൾച്ചർ ആൻഡ് പൊളിറ്റി ത്രൂ കോർട്ട് ക്രോണിക്കിൾസ്. ഇതൊരു അഡീഷണൽ ടെസ്റ്റാണ്, അത് നോക്കിയിട്ടുണ്ടാവണം. ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് ദിനവൃത്താന്തങ്ങളെക്കുറിച്ചാണ്. മുഗൾ ദിനവൃത്താന്തങ്ങളെയും അത് എഴുതിയിട്ടുള്ള ആൾക്കാരെയും കുറിച്ച് ചോദിക്കാറുണ്ട്. ക്രോണിക്കിൾസ്, ആ ക്രോണിക്കിൾസിൻ്റെ പേരും അത് എഴുതിയിട്ടുള്ള ആൾക്കാരുടെ പേര് നിങ്ങൾ പഠിക്കണം. 1 വേർഡായിട്ടോ മാച്ച് ദി ഫോളോവിങ് ആയിട്ടൊക്കെ വരും. അടുത്തതാണ് അക്ബർനാമയെക്കുറിച്ച് ഒരു 4-5 മാർക്കിന് ചോദിക്കും. അക്ബർനാമയും ഐനി അക്ബരി എന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ അതും ആ 2 പുസ്തകം ഒന്ന് തന്നെയാണ്, അത് നിങ്ങളൊന്ന് നല്ലപോലെ നോക്കണം. പിന്നെ 5 മാർക്കിൻ്റെ വേറെ ക്വസ്റ്റ്യനാണ് ദിനവൃത്താന്തങ്ങളുടെ നിർമ്മാണം, പ്രിപ്പറേഷൻ ഓഫ് ക്രോണിക്കിൾസ്, ആ ഭാഗം നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് തിയറി ഓഫ് കിങ്ഷിപ്പ് ആൻഡ് സോവറിനിറ്റി ഇൻ അക്ബർനാമയിലെ രാജ്യത്വത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും സിദ്ധാന്തം, അതായത് അബുൾ ഫസൽ എങ്ങനെയാണ് അക്ബർനാമയിൽ ഈ പരമാധികാരത്തെ നിർവചിച്ചിരിക്കുന്നത്, ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ വരും, അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ നോക്കേണ്ട വേറൊരു ഭാഗമാണ് പ്രവിശ്യ ഭരണം, പ്രൊവിഷണൽ അഡ്മിനിസ്ട്രേഷൻ, മുഗൾ സാമ്രാജ്യത്തിലെ പ്രവിശ്യ ഭരണത്തെക്കുറിച്ച് ചോദിക്കാം. പിന്നെ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. 8 മാർക്കിന് essay ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളതാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിലേക്കുള്ള സംഭാവന, അതായത് കോൺട്രിബ്യൂഷൻ ടു ദ കൾച്ചറൽ പ്ലൂരാലിറ്റി ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിലേക്ക് ഈ മുഗൾ ഭരണം എന്തൊക്കെ സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് ഒന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഇനി 10ാമത്തെ ചാപ്റ്റർ കൊളോണിയലിസവും ഗ്രാമപ്രദേശങ്ങളും, കൊളോണിയലിസം ആൻഡ് ദ കൺട്രി സ്റ്റഡി എന്നാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? ജമീന്ദാർമാർ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയത് എന്തുകൊണ്ട്? വൈ സെമീന്ദാർസ് ഡിഫോൾട്ടഡ് ഓൺ പേയ്മെൻറ്റ്സ്. 4 മാർക്കിനോ 3 മാർക്കിനോ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ജമീന്ദാർമാർ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയതെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ 2 മാർക്കിനോ 3 മാർക്കിനോ വരുന്ന ചോദ്യമാണ് ജോട്ടേദാർമാരെ കുറിച്ച്. ജോട്ടേദാർസ്
അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് 5ാം റിപ്പോർട്ട്, 5th റിപ്പോർട്ട് എന്ന് പറയുന്നത്, അതും നോക്കിയിട്ടുണ്ടാവണം. പിന്നെ രാജ്മഹൽ കുന്നുകളിൽ, ഇൻ ദ ഹിൽസ് ഓഫ് രാജ്മഹൽ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളുടെ പഹാരികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ പഹാരികളുടെ ജീവിത സവിശേഷതകളെ കുറിച്ച് ഒരു 4 മാർക്കിനോ 3 മാർക്കിനൊക്കെ വരാം. അപ്പോൾ പഹാരികളെ കുറിച്ച് നോക്കിയിട്ടുണ്ടാവണം. മറ്റൊന്നാണ് സന്താളുകളെ കുറിച്ചും അവരുടെ സന്താൾ കലാപത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതും ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ആ ഭാഗവും നോക്കിയിട്ടുണ്ടാവണം. അതൊക്കെയാണ് 10ാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടത്. 11ാമത്തെ ചാപ്റ്റർ ഒരു 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ വല്ലപ്പോഴും വരുന്ന ഒരു ചാപ്റ്ററാണ്. കലാപകാരികളും ബ്രിട്ടീഷ് രാജ്യം, റിബിൾസ് ആൻഡ് ദ രാജ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നേതാക്കന്മാരും അനുയായികളും, ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ നേതാക്കന്മാരെയും അവരുടെ സ്ഥലവും തന്നിട്ടുണ്ട്. ഇത് എക്സാമിന് പട്ടികയായിട്ട് 4 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ടും ചോദിക്കും. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഷുവറായിട്ടും മിസ് ചെയ്യരുത്, ഇത് പഠിച്ചിട്ട് തന്നെ പോകണം. മറ്റൊന്നാണ് അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും, റൂമേഴ്സ് ആൻഡ് പ്രൊഫസീസ് എന്ന് പറയുന്ന അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും. അതായത് ഈ കലാപത്തെ, നമ്മൾ 1857 കലാപത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ കലാപവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഒരു 4 മാർക്കിന് ചോദിക്കും. പിന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്, ജനങ്ങൾ എന്തുകൊണ്ട് ഈ അഭ്യൂഹങ്ങളിലൊക്കെ വിശ്വസിച്ചു, വൈ ഡിഡ് പീപ്പിൾ ബിലീവ് ഇൻ ദ റൂമേഴ്സ് എന്നൊരു ക്വസ്റ്റ്യനും വരാറുള്ളതാണ്, അത് നോക്കണം. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ഐക്യത്തിൻ്റെ കാഴ്ചപ്പാട്, ദി വിഷൻ ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ഭാഗമൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. അത് എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ ഉൾപ്പെടുത്താനൊക്കെ വരും. പിന്നെ കലാപത്തിൻ്റെ പ്രതിച്ഛായ, അത് ഒരു 4 മാർക്കിനോ 2 മാർക്കിനോ 1 വേർഡൊക്കെ ആ ഭാഗത്ത് നിന്ന് വരാം. ഇമേജസ് ഓഫ് ദ റിവോൾട്ട് എന്ന് പറയുന്ന ഭാഗം, അത് നോക്കിയിട്ടുണ്ടാവണം. ഇനി 12ാമത്തെ ചാപ്റ്റർ മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനം എന്നാണ് പാഠം. മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. കണ്ടില്ലേ, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദിലെ മിൽസ് തൊഴിലാളികളുടെ സത്യാഗ്രഹം, ഗേദ സത്യാഗ്രഹം എന്നൊക്കെ പറയുന്ന ആ 3 സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് 3 മാർക്കിന് ചോദിക്കാറുണ്ടാവും, നോക്കണം. പിന്നെ ഈ ജനകീയ പ്രസ്ഥാനത്തെ തുന്നിച്ചേർക്കൽ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, നിക്കിങ് എ പോപ്പുലർ മൂവ്മെൻറ്റ്. ആ ഭാഗം നോക്കണം, എസ്സേ ആയിട്ട് ചോദിക്കും. അവിടെ പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്, അത് എസ്സേ ആയിട്ട് വരുന്നതാണ്. നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, അത് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഉപ്പ് സത്യാഗ്രഹം, സോൾട്ട് സത്യാഗ്രഹം, 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യന് വരുന്നതാണ്. ഇതൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ ചോദിക്കാം. പിന്നുള്ളതാണ് ക്വിറ്റ് ഇന്ത്യയെ കുറിച്ച് 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യനിൽ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത്. 13ാമത്തെ ചാപ്റ്റർ ഒരു അഡീഷണൽ ടെക്സ്റ്റാണ്. പുതിയ ടെക്സ്റ്റിലുള്ളവർക്കാണ് ഈ പാഠം ഉണ്ടാവുക. ഒരു രാഷ്ട്രം കീറി മുറിക്കപ്പെട്ടു, എ കൺട്രി ടോൺ എ പാർട്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ നൽകുന്ന വില, ദ പ്രൈസ് പെയ്ഡ് ബൈ വുമൺ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ പറയുന്നത് ഇന്ത്യ വിഭജനം എങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ ബാധിച്ചിട്ടുള്ളതെന്നാണ്. അതൊരു 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ വരും. ആ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ വരുന്നതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം, ടു നേഷൻ തിയറി എന്താണെന്ന് ചോദിക്കാറുണ്ട്, വല്ലപ്പോഴും ചോദിക്കാറുണ്ട്. 2 മാർക്കിനും 3 മാർക്കിനും അതെന്താണെന്ന് അത് നോക്കണം. പിന്നെ പ്രത്യക്ഷ സമരദിനം, ഡയറക്റ്റ് ആക്ഷൻ ഡേ, അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡയറക്റ്റ് ആക്ഷൻ ഡേയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, അത് നോക്കിയിട്ടുണ്ടാവണം. അതൊക്കെയാണ് ആ ചാപ്റ്ററിൽ നോക്കേണ്ടത്. ഇനി കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള 14ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ആധുനിക കാലത്തിന് മുമ്പുള്ള കേരളം, പ്രീ മോഡേൺ കേരള എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ കുറേ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് നല്ലോണം വായിക്കണം. കാരണം 1 വേർഡും നമ്മളുടെ ക്രോണോളജിക്കൽ ഓർഡർ, കാലഗണന ക്രമമൊക്കെ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ് വരാൻ ചാൻസ്. ഇവിടെ നിങ്ങൾ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ളതാണ്. അയിൻ തിണകൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗം നോക്കണം. അവിടെ 5 തിണകളെക്കുറിച്ച് പറയും. ആ 5 തിണകളെക്കുറിച്ച് എഴുതാൻ 5 മാർക്കിന് ചോദിക്കുന്നതാണ്. ആ അയിൻ തിണകൾ എന്ന് പറയുന്ന ഭാഗം നോക്കണം. മറ്റൊന്നാണ് കുറേ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ പെരുമാറ്റച്ചട്ടം അഥവാ കച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കച്ചം
കോഡ് ഓഫ് കണ്ടക്ട് ഓർ കച്ചം എന്ന് പറയുന്ന ഭാഗം. എന്താണ് കച്ചം? 2 മാർക്ക് 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ഭാഗം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ സ്വരൂപങ്ങളെക്കുറിച്ച് ചോദിക്കും. നാട് വഴി സ്വരൂപങ്ങൾ, ആ സ്വരൂപങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനും ഒക്കെ ചോദിക്കാറുണ്ട് 3 മാർക്കിന്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ സങ്കേതങ്ങളെക്കുറിച്ച് എക്സാമിന് 2 മാർക്കിന് ചോദിക്കും. എന്താണ് സങ്കേതങ്ങൾ? സങ്കേതം, ആ ഭാഗവും നോക്കണം. ഇതൊക്കെയാണ് 14ാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഇനി 15ാമത്തെ ചാപ്റ്റർ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് തന്നെ പഠിക്കണമെന്നില്ല. കുറേ വർഷമാണ് പറയുന്നത്. ആ വർഷങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കുറേ വർഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കുറേ കലാപങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വേലുത്തമ്പിയെയും പാലിയത്തച്ഛനെയും കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഒരു തവണ ചോദിച്ചതാണ്. വേലുത്തമ്പിയെയും പാലിയത്തച്ഛനെയും കുറിച്ചൊരു കുറിപ്പ് എഴുതാനൊക്കെ ചോദിച്ചതാണ്. അത് നോക്കണം. പിന്നെ കണ്ടില്ല, കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അവരുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് +2 ഹിസ്റ്ററിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഈ പാർട്ട് കാണുക. അപ്പം നമുക്ക് ഹിസ്റ്ററി പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം.